കോട്ടയം. അമേരിക്കയിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി ക്ലാസ് എടുത്തു നൽകി താരമാവുകയാണ് 14-കാരൻ. സ്വന്തമായി നിർമ്മിച്ച റോബോട്ടുമുണ്ട് സഹായിയായി. ഇടപ്പള്ളി സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ്സുകാരൻ റൗൾ ജോൺ അജുവിന്റെ വിശേഷങ്ങൾ കാണാം ഇനി മോർണിംഗ് വൈബ്സിൽ. പുറത്തൊക്കെ പോയപ്പോ എല്ലാവർക്കും ലൈക് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. നമുക്ക് വേൾഡിൽ ആടെടുത്ത് വേണം സംസാരിക്കാം. ഈ 2020 കോവിഡിന്റെ സമയത്തൊക്കെ 6 വർഷമായി റൗളിന് ടെക്നോളജിയോട് ഇഷ്ടം തുടങ്ങിയിട്ട്. ക്ലബ് ഹൌസിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെക്കുറിച്ച് പഠിച്ചു. അവിടെ നിന്ന് അമേരിക്കയിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുവാനും തുടങ്ങി. സത്യം പറഞ്ഞാൽ മാത്രല്ല, ആദ്യം എനിക്ക് ടെക്നോളജി നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ അതായിട്ട് ടെക്നോളജി എല്ലാം കുറെ കണ്ടതിന് പിന്നെ വിചാരിച്ച് അടുത്തത് എന്താ വരാൻ പോകുന്നത്. അപ്പം ഫ്യൂച്ചർ ടെക് എനിക്ക് ബ്രോഡായിട്ട് ഇഷ്ടം. AI, ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിൻ, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം എല്ലാം എനിക്കിഷ്ടമാണ്. അതൊരു 6-7 വർഷമായി എനിക്ക് ഓവറോൾ ടെക്നോളജിയും എല്ലാം എനിക്കിഷ്ടമല്ലേ. എനിക്ക് ഗൂഗിൾ എന്താന്ന് പറഞ്ഞാൽ അറിയാത്ത ആളും അതില്ല. എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റി. ആ ഒരു എന്താ ഞാൻ ഈ ക്ലബ് ഹൗസ് തന്നെ ആപ്പും അവിടെ നിന്ന് കുറേ നോളജ് കിട്ടിയതും യൂട്യൂബും അവിടെ നിന്നെല്ലാം. പിന്നെ പഠിക്കുമായിട്ട് ഇത് കാണത്തില്ല ഒക്കെ പഠിക്കുന്നത്. എനിക്ക് ജസ്റ്റ് ഇത് ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ആദ്യം കമ്പ്യൂട്ടർ ഗെയിം പോലെ രൂപപ്പെടുത്തിയ റോബോട്ട് പിന്നെ AI-യുടെ സഹായത്തോടെ ജീവനും നൽകി. CBSE സ്കൂളിൽ പഠിച്ച അജു ഇടപ്പള്ളിയിലെ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറാൻ കാരണവുമുണ്ട്. കുറെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവാ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. പഠിത്തം മാത്രമല്ല, സ്കിറ്റ്സ്, അങ്ങനെ കുറെ കാര്യമുണ്ട്. എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ആക്ടിങ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് മാരത്തോൺ ഓടും. 14 കിലോമീറ്റേഴ്സ്, 10 കിലോമീറ്റർ. എൻ്റെ കൂടെ ഭരതനാട്യമുണ്ട്, അത് ഞാൻ ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവിടെ നിന്ന് ചെയ്യാനും പറ്റി. ഒബ്വിയസ്ലി എൻ്റെ അപ്പയും കുറേ എന്നെ വേണ്ടി സപ്പോർട്ട് ചെയ്തു. പക്ഷേ സ്കൂൾ തന്നെ അതൊരു വലിയ റോൾ പ്ലേ ചെയ്തു. സ്റ്റേറ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരെ ക്വസ്റ്റ്യൻ പരീക്ഷയിൽ ചോദിക്കാതെ ഇപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണെന്നായിരിക്കും ടെക്സ്റ്റ് ബുക്കുള്ള സെയിം ക്വസ്റ്റ്യൻ പരീക്ഷയിൽ വയ്ക്കുന്നത്. പക്ഷെ സ്റ്റേറ്റിനകത്ത് ഹൗ ഡസ് ദ പ്ലാൻ ഗെറ്റ് ദി എനർജി, ആ പ്ലാനിൽ എങ്ങനെ എനർജി വരുന്നത്, സൺലൈറ്റ്. അപ്പം അതൊരു ഡിഫറൻസ് ഇല്ലേ. കോൺസെപ്റ്റ് ആയിരിക്കും സ്റ്റേറ്റിൽ ചോദിക്കുന്നത് കൂടുതൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള. ലൈക്ക് ഞാനിപ്പം ഫുൾ സ്റ്റേറ്റിനുള്ള ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ സ്കൂളിൻ്റെ കാര്യം, എനിക്ക് വേറെ സ്റ്റേറ്റ് അറിയത്തില്ല. ബട്ട് എൻ്റെ സ്കൂളിൽ ചോദിക്കുമ്പോൾ എടുക്കും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് റൗൾ. ഇടപ്പള്ളി അമൃതനഗറിലെ IT പ്രൊഫഷണലുകളായ അജു ജോസഫിന്റെയും ഷേബയുടെയും ഏക മകനാണ്. കുട്ടികൾക്ക് ഫോൺ നൽകരുതെന്ന് പറയുന്ന മാതാപിതാക്കളോട് റൗളിന്റെ അച്ഛന് പറയാനുള്ളത് ഒന്ന് മാത്രം: പിള്ളേര് മൊബൈൽ ഉപയോഗിക്കണം. കാരണം നമ്മുടെ ഭാവിയിൽ മൊബൈലും അതിന്റെ ലേറ്റർ ആയിട്ടുള്ള ടെക്നോളജിയാണ്. അത് മാറ്റി വെക്കണം. നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ തന്നെ മാറ്റി പുറമോട്ട് വെക്കുവാണ്. പിന്നെ പിള്ളേർ ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണും എന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾ മോണിറ്റർ ചെയ്യണം. അവരെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ഇത് ചെയ്താൽ ഇതാണ് പ്രശ്നം. കാരണം സ്പെഷ്യലി ഇതുപോലുള്ള ടൈപ്പ് എഡ്യൂക്കേഷൻ, സ്പെഷ്യലി സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ പിള്ളേർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇച്ചിരി ഭാവിയിലോട്ട് പോകുമ്പോൾ അവർക്കറിയത്തില്ല എന്താണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. തനിക്ക് കഴിയുന്നത് പോലെ ലോകത്തിലുള്ളവരെ സഹായിക്കുവാനും ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനും കഴിയണമെന്നാണ് ഈ കൊച്ചുമിടുക്കന്റെ ആഗ്രഹം. ന്യൂസ് 18 കൊച്ചി. മിടുക്കനാണ് അവൻ, റൗൾ ജോൺ അജു. എന്നാലും അവന് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അതിൽ സ്പോർട്സ് ഉണ്ട്, ആർട്സ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, പഠിത്തത്തിലൊക്കെ എങ്ങനെ വേണം കുട്ടികളായാലെന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഈ പറഞ്ഞ പോലെ ഈ സാങ്കേതിക വിദ്യയുമായിട്ടൊക്കെ ചേർന്ന് നമ്മുടെ കുട്ടികൾ വളരട്ടെ. അപ്പം എല്ലാവിധ ആശംസയും റൗൾ മോനെ. വലിയൊരു ഭാവി ഉണ്ടാകട്ടെ റൗളിന്. അപ്പോൾ മോർണിംഗ് വൈബ്സിന്റെ സമയം